KSRTC ബസ് ഇടിച്ച് തകർന്ന തൃശൂർ ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസത്തിനകം പുതുക്കിപ്പണിത് പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പ്രതിമ പുതുക്കിപ്പണിയാനുള്ള പണം KSRTCയിൽ നിന്നും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കണ്ടെത്തും. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. വിപ്പ് ലംഘിച്ച പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. എക്സാലോജി കേസിൽ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് പാർട്ടിയുടെ സമ്മതത്തോടുകൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയെയും വയനാടും കേരളവും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് സതീശൻ. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്നും VD സതീശൻ. മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജി. കോളനി എന്ന പദം ഒഴിവാക്കി ഉത്തരവിട്ട ശേഷമാണ് രാജി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷൻ ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. പഞ്ഞാണിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി 23 വയസ്സുള്ള ചുങ്കത്ത് വള്ളിയാൻ ജിനോ ജോൺസനാണ് മരിച്ചത്. ആമ്പല്ലൂരിൽ ചരക്ക് ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. KSRTC വാഹനം ഇടിച്ചു കയറി തകർന്ന ശക്തൻ തമ്പുരാന്റെ തൃശൂരിലെ പ്രതിമ 2 മാസത്തിനകം പുതുക്കിപ്പണിത് പുനഃസ്ഥാപിക്കുന്നതിന് സജ്ജമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പുനർനിർമ്മാണത്തിന്റെ പകുതി ചെലവ് KSRTC വഹിക്കാമെന്ന് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. പകുതി ചെലവ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന P. ബാലചന്ദ്രൻ MLA പറഞ്ഞു. നേരത്തെ പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള M. മുരളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രതിമ പുനർനിർമ്മിക്കുന്നത്. ശില്പിയുടെ നേതൃത്വത്തിൽ പ്രതിമ തിരുവനന്തപുരത്ത് പാപ്പനംകോട് സിഡ്കോ വ്യവസായ പാർക്കിലേക്ക് മാറ്റുന്നതിനോടനുബന്ധിച്ചാണ് മന്ത്രി ശക്തൻ സ്റ്റാൻഡിലെത്തിയത്. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തിയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 2 മാസത്തിനകത്ത് ശില്പവും പീഠവും ഇവിടെ ചെയ്ത് ഫിനിഷ് ചെയ്യും. ഇപ്പോൾ കോൺക്രീറ്റ് അതിൻ്റെ ബോൾട്ടൊക്കെ കോൺക്രീറ്റിൽ വേർപെടുത്തിയതിന് ശേഷം ക്രെയിനിൽ തൂക്കി ലോറിയിൽ നമ്മളെ സ്റ്റുഡിയോ കൊണ്ടുപോകും ട്രിവാൻഡ്രത്ത്. ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത്രയും ഫോഴ്സിൽ ബസ്സിൻ്റെ ഇടി വന്നതിൽ പ്രതിമയ്ക്ക് ഷെയ്ക്ക് ഉണ്ട്. ആ ഷെയ്ക്കെല്ലാം തീർത്ത് അനാട്ടമി ശരിയാക്കി പെയിൻറ് ചെയ്ത് വീണ്ടും പീഠത്തിൽ പ്രതിഷ്ഠിക്കും. പകുതി പണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി KSRTCയിൽ നിന്ന് നൽകാം എന്ന് നിശ്ചയിച്ചു. ബാക്കി പകുതി പണം തൃശ്ശൂരിൻ്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ P. ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് നിശ്ചയിച്ചു. പ്രതിമ അതിൻ്റെ എല്ലാ മെയിൻ്റനൻസും നടത്തി ഏറ്റവും നന്നായി പുനർനിർമ്മിക്കും. അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളൊരു സമയം 2 മാസക്കാലമാണ്. ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് മറ്റു വിവാദങ്ങൾക്ക് ഇടയാക്കേണ്ട കാര്യമില്ല. 2 മാസക്കാലം കൊണ്ട് അതിവേഗത്തിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്നാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. 20 ലക്ഷമാണ് ഇപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ളത്. ആ 20 ലക്ഷം രൂപ എത്രയും വേഗം പാസ്സാക്കും. ഇതേ മാതിരിയുള്ള ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കും. പിന്നെ ചിലരൊക്കെ ഇവിടെ നിരാഹാരം കിടക്കുന്നു, ചിലർ ഉണ്ണാമൃതം അനുഷ്ഠിക്കും, മറ്റൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് ഇടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അതൊരു ആൻറ്റി ഗവൺമെൻറ് വികാരമാക്കി മാറ്റുകയാണ്. ട്രാൻസ്പോർട്ട് ബസ്സിന് നിയന്ത്രണം തെറ്റിക്കഴിഞ്ഞാൽ അതിലും രാഷ്ട്രീയം കാണുന്ന ഒരു വിഭാഗം തൃശ്ശൂരിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. ഉപസമിതി അംഗങ്ങളായ KC ജോസഫ്, T. സിദ്ദിഖ് MLA, INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ടാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O. അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, മുൻ MP TN പ്രതാപൻ, മുൻ MLA അനിൽ അക്കര എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു. ജില്ലയിലെ 14 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ മൊഴിയെടുപ്പ് തുടങ്ങി. തൃശൂരിലെ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് സമിതി അധ്യക്ഷൻ KC ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പരസ്യമായ വിഴുപ്പകലം പോസ്റ്റർ യുദ്ധവും അവസാനിപ്പിക്കണമെന്നും ഇരുട്ടിന്റെ മറവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഭീരുത്വമാണെന്നും KC ജോസഫ് പറഞ്ഞു. വിലക്ക് ലംഘിച്ച പോസ്റ്ററുകൾ ഒട്ടിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. തൃശൂരിൽ വീണ്ടും പോസ്റ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്.
പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത RSS ഏജന്റ് TN പ്രതാപനെ ഒറ്റപ്പെടുത്തുക, മണലൂർ കണ്ട് പനിക്കേണ്ടെന്നും എഴുതിയ പോസ്റ്റർ തൃശൂർ DCC ഓഫീസ് പരിസരത്തും പ്രസ് ക്ലബിന് മുന്നിലുമാണ് പതിച്ചിരിക്കുന്നത്. സേഫ് ഫോറം തൃശൂരിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റായി ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ MP പോസ്റ്ററുകൾ പതിക്കുന്നതും നവമാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങളും വിലക്കിയിരുന്നു. എക്സാലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമാണെന്നും അത് പാർട്ടിയുടെ അറിവോടെയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചാലക്കുടിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസപ്പടി കേസിൽ തീർച്ചയായും മുഖ്യമന്ത്രി മകളും ശിക്ഷിക്കപ്പെടും. വ്യവഹാര ശല്യക്കാരനായി മാത്യു കുഴൽനാടനെ ചിത്രീകരിക്കാൻ CPM-ന് അവകാശമില്ല. അനാവശ്യമായി ഏതു കേസുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണം. CPM-നെ ബംഗാളിന്റെ അവസ്ഥയിൽ പിണറായി വിജയൻ എത്തിക്കുമെന്ന് മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി VD സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വോട്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾ നൽകും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും നയിച്ച സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു പ്രിയങ്ക ഗാന്ധി. പാലക്കാടും ചേലക്കരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നിലവിലുള്ള പ്രചരണങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണ്. തൃശൂരിലെ DCC ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമാണ്. മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് ഗൗരവം വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാഹചര്യത്തിൽ ബിസിനസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവുകയാണ്. അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും. ആ കേസ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം. വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ടും രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ്. ഭയമില്ലാതെ, ഭീതിയില്ലാതെ, വിട്ടുവീഴ്ചകളിൽ ഫാസിസവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യാം. പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജി. ക്ലിപ്പ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു. ഈ മാസം 22-ന് K രാധാകൃഷ്ണൻ ഡൽഹിയിലെത്തും. ചരിത്ര ഉത്തരവിറക്കിയാണ് മന്ത്രിസ്ഥാനത്ത് നിന്നും K രാധാകൃഷ്ണൻ രാജിവെച്ചത്. സംസ്ഥാനത്ത് കോളനി പദം ഒഴിവാക്കി മന്ത്രി ഉത്തരവിറക്കി. കോളനി പദം ഒഴിവാക്കി പകരം നഗർ, ഉന്നതി, പ്രകൃതി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കണം. കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകൾ ഇനി മുതൽ ഉപയോഗിക്കുകയില്ല. കോളനി എന്ന പദം അടിമത്തത്തിന്റെ ചിഹ്നമാണ്. MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഉത്തരവാദിത്തം നിറവേറ്റിയെന്നും മന്ത്രി പറഞ്ഞു. ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് നല്ലതാണെന്ന് തോന്നുന്നല്ലേ. ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് പകരം മറ്റു പേരുകളിടുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി, അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി, ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളിലെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാനുള്ള നടപടി ചെയ്യും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ജാമ്യം നൽകുന്നതിന് എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ അരവിന്ദാക്ഷൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 26-നാണ് അറസ്റ്റിലായത്. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കണ്ടശാങ്കടവ് സ്വദേശി 23 വയസ്സുള്ള ചുങ്കത്ത് വള്ളിയാൻ വീട്ടിൽ ജിനോ ജോൺസനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കാഞ്ഞാണി സെന്ററിൽ വെച്ച് ജിനോയും സുഹൃത്ത് പോത്തിങ്കൽ അഗസ്റ്റിൻ ജോണിയും സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിർദിശയിൽ വന്നിരുന്ന താനാപ്പാടത്ത് വിജീഷ് എന്നയാളുടെ ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ അഗസ്റ്റിനെയും വിജീഷിനെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത അമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. പിക്കപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് തക്കാളിയുമായി പോരുന്ന പിക്കപ്പ് വാനാണ് ചരക്ക് ലോറിയിലിടിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
KSRTC ബസ്സിൽ യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് സംഭവം. പാലക്കാട് സ്വദേശി 54 വയസ്സുള്ള ജയദീപാണ് മരിച്ചത്. കോട്ടയത്ത് നിന്നാണ് ഇയാൾ പാലക്കാട്ടേക്ക് ബസ്സിൽ കയറിയത്. തൃശൂരിലെത്തിയപ്പോൾ കണ്ടക്ടർ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി പിഞ്ചുകുഞ്ഞു മരിച്ചു. പരുത്തിപ്ര ചാത്തൻകോട്ടിൽ അൻസാർ ഷിഹാന തസ്നി ദമ്പതികളുടെ മകൾ 78 ദിവസം പ്രായമുള്ള നൈഷാന ഇഷാലാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കുഞ്ഞിനെ ഉടൻ തന്നെ ഒട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പാഞ്ഞാളിൽ പുതിയ മിനി MCF സ്ഥാപിച്ചു. പൊളിച്ചു മാറ്റിയ MCFന് പകരം അതേ സ്ഥലത്ത് പുതിയ MCF സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. 1 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മിനി MCF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം PWD കരാറുകാരൻ പൊളിച്ചു മാറ്റിയെന്നാരോപിച്ചും സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ടും നേതാക്കൾ പഞ്ചായത്തിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അടിയന്തരമായി പൊളിച്ചു മാറ്റിയ മിനി MCF പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിക്കുകയും വകുപ്പ് തലങ്ങളിലേക്ക് പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന വേണ്ട നടപടികൾ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ഇതേ തുടർന്നാണ് ആലഞ്ചോട് പ്രദേശത്ത് പുതിയ മിനി MCF സ്ഥാപിച്ചത്. സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്ന് വരുത്തി തീർത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും കൂട്ടുനിന്നതിലും പഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതിൽ പ്രതിഷേധമുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഈ പുനഃസ്ഥാപിച്ചതിൽ ഒതുങ്ങില്ല. തീർച്ചയായും ഇത് കയ്യേറ്റം ഭൂമിയാണ് എന്ന് വരുത്തി തീർത്ത് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതിൽ ബന്ധപ്പെട്ട ആളുകളും കൂട്ടുനിന്നതിലുള്ള വളരെ ശക്തമായ പ്രതിഷേധം, പഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്ക് ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടം ഉണ്ടായതെന്ന് പറയുന്നു. ഇടതുവശത്തുകൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കും യാത്രക്കാരെയും ഏതാനും മീറ്റർ വലിച്ചിഴയ്ക്കുന്നതും കാണാം. മലപ്പുറം വെളിയൻകോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ 20 വയസ്സുള്ള മത്സൂഖാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്ര വീട്ടിൽ റസാഖിന്റെ മകൻ 20 വയസ്സുള്ള അജ്മലിന് പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. എറണാകുളത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായി ഇരുവരും പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം നടന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മസ്ദൂഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ അജ്മൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കേരള യുക്തിവാദി സംഘം ഏർപ്പെടുത്തിയിട്ടുള്ള പവനൻ സെക്കുലർ അവാർഡിന് എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ MN കാരശ്ശേരി അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൊതുരംഗത്തും സാഹിത്യരംഗത്തും മതനിരപേക്ഷ നിലപാട് പുലർത്തുന്നവർക്കാണ് അവാർഡ് നൽകുന്നത്. ഞായറാഴ്ച തൃശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പവനൻ അനുസ്മരണ സമ്മേളനത്തിൽ മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ പുരസ്കാരം സമ്മാനിക്കും. SSLC പരീക്ഷയിൽ ജാതിയും മതവും രേഖപ്പെടുത്താതെ സെക്യുലറായി വിജയിച്ച 15 കുട്ടികളെ മതമില്ലാത്ത ജീവൻ അവാർഡ് നൽകി സംഘം അനുമോദിക്കും. കൂടാതെ മരണാനന്തരം ശരീര നേത്രദാനം ചെയ്തവരുടെ കുടുംബങ്ങളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. TK ശക്തിധരൻ, C ചന്ദ്രബാബു, KS സുധാകരൻ, സിന്ധുരാജ് ചാമപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പടിയൂർ പഞ്ചായത്ത് അംഗത്തിനെതിരെ കാപ്പ ചുമത്തി നാടുകടത്തി. പടിയൂർ പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് മണ്ണായിയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. BJP അംഗമായ ശ്രീജിത്ത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. മുൻപും ഇയാൾക്കെതിരെ വധശ്രമ കേസുകൾ നിലവിലുള്ള സാഹചര്യത്തിലാണ് കാട്ടൂർ ഇൻസ്പെക്ടർ ജസ്റ്റിൻ ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി 6 മാസക്കാലത്തേക്ക് ശ്രീജിത്തിനെ കാപ്പ ചുമത്തി നാടുകടത്തിയിരിക്കുന്നത്. പോസ്കോ കേസിലെ പ്രതിയെ കർണാടകയിൽ നിന്ന് ചേർപ്പ് പോലീസ് പിടികൂടി. കർണാടക ബിജാപൂർ സ്വദേശി അരവിന്ദ് രത്തോടനെയാണ് പിടികൂടിയത്. 4 വർഷം മുൻപ് ചേർപ്പിൽ സ്വർണ്ണപ്പണിക്കെത്തിയ ഇയാൾ പരാതിക്കാരിയായ പെൺകുട്ടിയുമായി സൌഹൃദത്തിലാവുകയും പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി. ചേർപ്പ് ഇൻസ്പെക്ടർ CB ലൈജുമോൻ, SIമാരായ TA റാഫൽ, വസന്തകുമാർ, സീനിയർ CPO PA സരസപ്പൻ, ES ജീവൻ, CPO VM മഹേഷ്, സൈബർ വിദഗ്ധൻ CR സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
ബിജെപി പട്ടികജാതി മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 83 സ്മൃതി ദിനം ആചരിച്ചു. അനുസ്മരണ ദിനാചരണം SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VC ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി VK രാജേഷ്, ജനറൽ സെക്രട്ടറി VC സിജു, ജില്ലാ വൈസ് പ്രസിഡന്റ് OP ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം ശശി മരുതിയൂർ എന്നിവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖലാ കുടുംബ സംഗമം പറവട്ടാനിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മേഖലാ പ്രസിഡന്റ് ബിൻസ് പവിടം അധ്യക്ഷത വഹിച്ചു. SSLC +2 വിജയികൾക്കുള്ള അവാർഡ് വിതരണം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ സാജ് സുരേഷ്, കുടുംബ സംഗമം കൺവീനർ ജോഷി ഇമ്മട്ടി, സംസ്ഥാന കൌൺസിൽ അംഗം ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ 60 കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ പട്ടിയാത്ത് രാജീവിന് മുണ്ടത്തിക്കോട് NSS കരയോഗം സ്വീകരണം നൽകി. കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് രാജീവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് M ബാബു അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി സുധീഷ് ബാബു, ട്രഷറർ A സുരേന്ദ്രൻ, ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ് എന്നിവർ സംസാരിച്ചു. AITUC ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓട്ടുപാറ യൂണിറ്റ് സമ്മേളനം CPI വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടുപാറ സെന്ററിൽ മുതിർന്ന തൊഴിലാളി KC ഡേവിസ് പതാക ഉയർത്തി. സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി KA അബ്ദുൽ സലീം അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV പൌലോസ്, വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി MU കബീർ, BKMU ജില്ലാ ട്രഷറർ MA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിൽ നിന്ന് ഉത്രാളിക്കാവ് പൂരത്തിന് ആവശ്യമായ സഹായങ്ങൾ കൂടുതലായി ലഭ്യമാക്കാൻ പരിശ്രമിക്കുമെന്ന് സേവര ചിറ്റിലപ്പള്ളി MLA. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശ കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ്, വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, അണ്ടേങ്ങാട്ട് വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷോഭണ മന്ത്രാലയത്തിന് കീഴിൽ എംപാനൽഡ് ആർട്ടിസ്റ്റ് ട്രൂപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അനിൽ പരക്കാടിനും കുടുംബത്തിനും ആദരണവുമായി തൃശൂർ സെക്കുലർ ഫോറം. അനിൽ പരക്കാട്, ഭാര്യ വിജയലക്ഷ്മി, മക്കളായ ഗായത്രി, ഗോകുൽ എന്നിവരടങ്ങുന്ന കലാകുടുംബത്തെ വസതിയിലെത്തിയാണ് തൃശൂർ സെക്കുലർ ഫോറം ആദരിച്ചത്. സെക്കുലർ ഫോറം ചെയർമാൻ ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ T സത്യനാരായണൻ, ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, പ്രീത ബാലകൃഷ്ണൻ, VK മുകുന്ദൻ, മേരി ഹെർബർട്ട്, PV സൈമി, T നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കവിതാലാപനവും ജാലവിദ്യാ പ്രകടനവും അരങ്ങേറി. പരമ്പരാഗത കള്ള് വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ മദ്യനയത്തിനെതിരെ കള്ള് ചെത്ത് വ്യവസായ തൊഴിലാളികൾ ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തും. അന്തിക്കാട് INTUC ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് PV രാമദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ നേതാക്കളായ VR വിജയൻ, AB സജീവൻ, PD ഷാജു, NR രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ ചേതനും കുടുംബത്തിനും ഇനി സുരക്ഷിതമായ വീട്ടിൽ അന്തിയുറങ്ങാം. സഹപ്രവർത്തകരുടെ ശ്രമഫലമായി പണി കഴിപ്പിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ചേതന കൈമാറി. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിൽ NMR തസ്തികയിൽ നിന്ന് വിരമിച്ച ചേതന കയറിക്കിടക്കാൻ പോലും ഇടമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച സഹപ്രവർത്തകരും ഇപ്പോൾ സർവീസിലുള്ളവരും ചേർന്ന വീട് നിർമ്മിച്ചു നൽകിയത്. കിഡ്നി രോഗബാധിതനായ ചേതൻ അസുഖബാധിതയായ ഭാര്യയ്ക്കൊപ്പം ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സർക്കാർ പെൻഷൻ ലഭിച്ചിരുന്നതിനാൽ ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചുവെങ്കിലും നിരസിക്കപ്പെടുകയായിരുന്നു. തുച്ഛമായ പെൻഷൻ തുക മരുന്നിന് പോലും തികഞ്ഞിരുന്നില്ല. 1.5 സെന്റ് സ്ഥലത്ത് 380 ചതുരശ്ര അടിയിൽ പണിതു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം പൊതുമരാമത്ത് വകുപ്പ് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീന കുര്യൻ നിർവഹിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ MD വിൻസെന്റ് അധ്യക്ഷനായി. വാർഡംഗം അൽഫോൺസ പോൾസൺ, ഉണ്ണികൃഷ്ണൻ, NK ശശിധരൻ, സതീഷ് കുമാർ, അശോകൻ, മനു എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ് ചേർപ്പ്.
സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം 4 ദിവസങ്ങളായി കുന്നംകുളത്ത് നടക്കും. നാളെ മുതൽ ശനിയാഴ്ച വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് കലോത്സവം അരങ്ങേറുന്നത്. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 3200ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. 55 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. റാഫ എന്ന് പേരിട്ടിരിക്കുന്ന കലോത്സവം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയാണ്. പാലസ്തീൻ നഗരങ്ങളുടെ പേരുകളാണ് 5 വേദികൾക്കും നൽകിയിരിക്കുന്നത്. ചലച്ചിത്ര നടി അനാർക്കലി മരക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ KP സുരേഷ് കുമാർ, ജനറൽ കൺവീനർ V സന്ദീപ്, R ആദർശ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജിഷ്ണു സത്യൻ, സാംസൺ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും SSLC+2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രതിഭാസംഗമത്തിൽ ആദരിച്ചു. പ്രതിഭാസംഗമം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അധ്യക്ഷനായിരുന്നു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീദേവി ജയരാജൻ, ജിയോ ഫോക്സ്, മുംതാസ് റസാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PM മുഹമ്മദ് ഗസാലി, VN സുർജിത്ത്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം കൈമാറി. ശുചിത്വ മിഷന്റെ സഹായത്തോടെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വാഹനം വാങ്ങിയത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വാഹനം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ചെയർപേഴ്സൺമാരായ ER ഷീല, ഹേമലത രാജ്കുട്ടൻ, സായിദ മുത്തുക്കോയത്തങ്ങൾ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതൊക്കെ നീന്നോ സാധനം കൊള്ളും. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗാർഹിക മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പോർട്ടബിൾ ബയോബിൻ വിതരണം ചെയ്തു. 325 പേർക്കാണ് ബയോബിൻ വിതരണം ചെയ്തത്. KC കാലിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. IRTC ജില്ലാ കോർഡിനേറ്റർ V പ്രമോദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉൾപ്പെടെയുള്ള സാധനം എടുക്കുന്ന പരിപാടികൾ കൂടി അതിനോടൊപ്പം ചേർത്തിട്ട് നമ്മൾ ഗ്രീൻ കാർഡ് എല്ലാ വീടുകളിലും എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹരിതമിത്ര മാപ്പ് എല്ലാ വീടുകളിലും പതിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അത് 56% വീടുകളിൽ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറ്റമറ്റ രീതിയിൽ മാലിന്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം നീക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ ബയോബിൻ പോലുള്ള പരമ്പരാഗത ആഭരണ നിർമ്മാണ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന E-Way ബിൽ വേണ്ടത്ര കൂടിയാലോചനകൾക്ക് ശേഷമേ സംസ്ഥാനത്ത് നടപ്പിലാക്കാവൂ എന്ന് ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആഭരണം പണിയുന്ന തട്ടാനോ തൊഴിലാളിയോ പ്രവൃത്തികളുടെ ഭാഗമായി നിരവധി തവണ ആഭരണവുമായി പുറത്തു പോകേണ്ടി വരുന്നതാണ്. ഈ സാഹചര്യത്തിൽ E-Way ബിൽ അടിക്കാൻ സാധ്യമല്ല. ബിൽ നിലവിൽ വന്നാൽ പണി പൂർത്തീകരിച്ച് ഇത്തരം ആഭരണം GST ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാം. 200% പിഴയാണ് അടയ്ക്കേണ്ടി വരിക. ഇത് മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ കൈത്തൊഴിൽ ഇല്ലാതാക്കുമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ബില്ല് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആഭരണ നിർമ്മാതാക്കളെയും തൊഴിലാളികളെയും സംഘടനകളെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്. എന്നാൽ വ്യാപാരികളുമായാണ് സർക്കാർ കൂടിയാലോചന നടത്തിയത്. ബില്ല് നടപ്പിലാക്കിയാൽ തങ്ങളുടെ തൊഴിൽ ഉറപ്പുവരുത്തുന്ന ബദൽ സംവിധാനങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രവി ചെറുശ്ശേരി, ജനറൽ സെക്രട്ടറി AK സാബു, വൈസ് പ്രസിഡന്റ് ജെയ്സൺ മാണി, കോർഡിനേറ്റർ KP ജോസ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി രക്ഷിതാവ്. വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കടങ്ങോട് ശേഖരത്ത് വീട്ടിൽ ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയായ ഹേമ ശശികുമാർ തന്റെ ഇരട്ടക്കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനു വേണ്ടി EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളറക്കാട്, കടങ്ങോട്, ചിറമനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്തിയത്. ഫയൽ സമർപ്പിച്ചപ്പോൾ എല്ലാ രേഖകളും ഇല്ലെന്ന് പറഞ്ഞ് രോഷാകുലനായി ഫയൽ തന്റെ നേരെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഹേമ ശശികുമാർ പറയുന്നു. 10 മിനിറ്റിനുള്ളിൽ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുമായി എത്താമെന്ന് അറിയിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ മുഴുവൻ രേഖകളും വേണമെന്ന് പറഞ്ഞ് തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീണ്ടും ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നും ഹേമ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് വില്ലേജ് ഓഫീസറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് ആള് ലീവായിരുന്നു. നമുക്കാണെന്ന് വെച്ചെങ്കിൽ ഡിഗ്രി അലോട്ട്മെന്റിന്റെ എഡിറ്റ് ഓപ്ഷൻ ഡേറ്റ് 17 വരെ ഉള്ളൂ. അതിൽ 17-ാം തീയതി തിങ്കളാഴ്ച ഹോളിഡേ ആണ്, പെരുന്നാളായിട്ട്, പിന്നെ ഒരു ഞായറാഴ്ചയും. നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ അന്ന് ചെന്നപ്പോൾ ലീവാണ്, ആളേതോ മീറ്റിങ്ങിന് പോയി കാണാന്ന് എന്തോ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ അതേപോലെ ചെന്നു. ഫയലായിട്ട് ചെന്ന് ഞാൻ ആളുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ അപ്പോൾ ആളിതൊക്കെ എടുത്ത് പ്രൂഫ് ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിലെല്ലാം ഉണ്ട്. പ്രൂഫുകളൊക്കെ കൊണ്ടിട്ട് വന്നിക്കണേന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ശശികുമാർ ആരാ ചോദിച്ചു. അപ്പോൾ അത് ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പോൾ ആളെവിടെയാ ചോദിച്ചു. ആൾ വർക്കിന് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ആളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ടാവുന്ന കാര്യമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട്. അപ്പോൾ എടുത്ത വഴിക്ക് ചോദിച്ചു, തൻ്റെ അടുത്ത് ഞാൻ വന്ന പക്ഷേ എന്തിനാ വന്നതെന്നല്ലേ ചോദിച്ചത്. ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പറഞ്ഞ് ആ ഫയൽ എറിയുണ്ടായത്. നിസ്സാര കാരണം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാതിരുന്ന വില്ലേജ് ഓഫീസറുടെ സമീപനത്തെ തുടർന്ന് തന്റെ മക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടെന്നും സ്കൂൾ പ്രവേശനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മോശമായാണ് വില്ലേജ് ഓഫീസർ പെരുമാറുന്നതെന്നും ഹേമ പരാതിയിൽ പറയുന്നു. സാധാരണക്കാരായ ആളുകൾ കരഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ നഗരസഭയിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, ഡോക്ടർ ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകി. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ ശാസ്ത്രീയ നൃത്ത ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നടന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ശ്രീദേവി ഡേവിസിന്റെ ശിക്ഷണത്തിൽ 17 പേരാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തിയത്. ദേവസൂര്യ ഭാരവാഹികളായ KC അഭിലാഷ്, റജി വിളക്കാട്ടുപാടം, AA ദാസൻ, ഡേവിസ് കൊളന്നൂർ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ്, മെമ്പർമാരായ ക്ലെമൻ ഫ്രാൻസിസ്, രാജശ്രീ ഗോപകുമാർ, സബിത ചന്ദ്രൻ, രജനി സജീവൻ എന്നിവർ സംസാരിച്ചു. CSM ലൈബ്രറി മുല്ലശ്ശേരിയിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് VK പ്രേമദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ക്ലെമൻ ഫ്രാൻസിസ്, TU ജെയ്സൺ, മാത്യു J. ഊക്കൻ, TL ജോഷി, K. പുഷ്പലത എന്നിവർ സംസാരിച്ചു. വെങ്കടങ്ങ വെസ്റ്റ് മേഖല ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോടമുക്ക് AMLP സ്കൂളിൽ നടന്ന ആദരണ ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അഖിലേഷ് പാടൂർ അധ്യക്ഷനായി. CPM മണലു ഏരിയ കമ്മിറ്റി അംഗം PA രമേശൻ, ഡിവൈഎഫ്ഐ മണലു ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, CPM വെങ്കടങ്ങ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA ബാലകൃഷ്ണൻ, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ബാബു, KV മനോഹരൻ, ഷിഹാബ് വലിയകത്ത്, KS സതീഷ് എന്നിവർ സംസാരിച്ചു. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂ പഞ്ചായത്ത് യൂണിറ്റ് സമ്മേളനം കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള ജൈവ കർഷക സമിതി ജില്ലാ സെക്രട്ടറി MC നിഷ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി VU ഗിരിജ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV വേലായുധൻ, TD ജയപാലൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി TD സഹജൻ, വൈസ് പ്രസിഡന്റ് VS കിഷോർ എന്നിവർ സംസാരിച്ചു.
കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഫാസിസം സ്ത്രീ സമൂഹത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ CPI സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി ക്ലാസ് നയിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ, സംഘാടക സമിതി കൺവീനർ KT ഷാജൻ, ട്രഷറർ പ്രേംരാജ് ചൂണ്ടാലത്ത് എന്നിവർ സംസാരിച്ചു. സംഘടനാ വൈഭവങ്ങൾ സാംസ്വീകരിക്കാൻ എങ്ങനെ കഴിയും എന്നത് കൂടി നമ്മൾ പഠനവിധേയമാകുന്ന കാര്യങ്ങളാണ്. ഇത് പഠനകാരമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു ബോധപൂർവമായ ഇടപെടൽ എല്ലാ രംഗത്തും വരികയും സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ പ്രിയപ്പെട്ട സാന്ദ്ര മരിയ KS ബിരുദ വിദ്യാർത്ഥിനി വീട്ടിലെ മുയൽക്കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി. ചാവക്കാട് മണത്തല തൊടുവീട്ടിൽ ധനേഷിന്റെ വീട്ടിലെ മുയൽക്കൂട്ടിൽ നിന്നാണ് 12 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മുയലുകളുടെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. 8 മുയലുകളുണ്ടായിരുന്ന കൂട്ടിലെ 4 എണ്ണത്തിനെ മലമ്പാമ്പ് വിഴുങ്ങി. വിവരം അറിയിച്ചതനുസരിച്ച് സ്നേക്ക് ഏച്ച വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ, സഹായി നെജുട്ടൻ എന്നിവരെത്തി മലമ്പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകളിലേക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC ബസ്സിലിച്ച് തകർന്ന തൃശൂർ ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസത്തിനകം പുതുക്കിപ്പണിത് പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പ്രതിമ പുതുക്കിപ്പണിയാനുള്ള പണം KSRTCയിൽ നിന്നും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കണ്ടെത്തി. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. വിപ്പ് ലംഘിച്ച് പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. എക്സാലോജി കേസിൽ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് പാർട്ടിയുടെ സമ്മതത്തോടുകൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയെയും വയനാടും കേരളവും പ്രതിനിധിയിലേക്ക് സ്വീകരിക്കുമെന്ന് സതീശൻ. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്നും VD സതീശൻ. മന്ത്രി K രാധാകൃഷ്ണൻ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടെയാണ് രാജി. കോളനി എന്ന പദം ഒഴിവാക്കി ഉത്തരവിട്ട ശേഷമാണ് രാജി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. കാഞ്ഞാണിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കണ്ടശാങ്കട സ്വദേശി 23 വയസ്സുള്ള ചുങ്കത്ത് വള്ളിയാൻ ജിനോ ജോൺസനാണ് മരിച്ചത്. ആമ്പലൂരിൽ ചരക്ക് ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.